ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഒരുങ്ങി തലസ്ഥാനം. നാളെ രാവിലെ 10:15-നാണ് ചടങ്ങുകൾ ആരംഭിക്കുക. ഉച്ചയ്ക്ക് 1:15-ന് പൊങ്കാല നിവേദ്യം സമർപ്പിക്കും. സാന്ത്വന സാജു ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സാന്ത്വന, വിശദാംശം. 2025-ലെ ആറ്റുകാൽ പൊങ്കാലയ്ക്കായിട്ട് നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. തലസ്ഥാനത്തേക്ക് ലക്ഷക്കണക്കിന് വരുന്ന ഭക്തരായ സ്ത്രീകൾ ഇപ്പോൾ തന്നെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. നഗരത്തിന്റെ പലയിടങ്ങളിലും പല വഴികളിലും ഇതിനോടകം തന്നെ അടുപ്പുകൾ നിരന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വന്നതിനേക്കാൾ അധികം സ്ത്രീ ഭക്തർ ഇത്തവണ ഇങ്ങോട്ടേക്ക് വന്ന് പൊങ്കാല അർപ്പിക്കുമെന്നാണ് ക്ഷേത്ര ട്രസ്റ്റ് അധികൃതരോട് സംസാരിക്കുമ്പോൾ അവരും പറയുന്നത്. എല്ലാവിധ സജ്ജീകരണങ്ങളും ഇതിനോടകം തന്നെ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. നാളെ രാവിലെ 10:15-നാണ് ഈ പൊങ്കാല ഇട്ട് തുടങ്ങുന്നത്. ഭണ്ഡാര അടുപ്പിൽ തീ പകരുന്നത് 10:15-നാണ്. അതിനുശേഷം 1:15-നാണ് ഈ ഒരു പൊങ്കാല നിവേദ്യം നടക്കുന്നത്. തന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി വി മുരളീധരൻ നമ്പൂതിരി ശ്രീകോവിലിൽ നിന്ന് ദീപം പകർന്ന് ക്ഷേത്ര തിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിലേക്ക് പകരും. അതേ ദീപം സഹമേൽശാന്തി ഏറ്റുവാങ്ങി വലിയ തിടപ്പള്ളിയിലും ക്ഷേത്രത്തിന് മുൻവശത്തൊരുക്കിയിട്ടുള്ള ഭണ്ഡാര അടുപ്പിലും കത്തിക്കും. അതോടുകൂടിയാണ് ഈ പൊങ്കാലയ്ക്ക് തുടക്കമാകുക. അതോടുകൂടി ലക്ഷക്കണക്കിന് വരുന്ന പൊങ്കാല അടുപ്പുകളിലേക്കും തീ പകരും. അങ്ങനെ എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കി നാളത്തെ പൊങ്കാലയ്ക്കായിട്ടുള്ള കാത്തിരിപ്പിൽ തന്നെയാണ്. പോലീസായാലും മറ്റ് വകുപ്പുകളൊക്കെ തന്നെ, പോലീസുണ്ട്, അതുപോലെ തന്നെ ഗതാഗത വകുപ്പ്, ഫയർഫോഴ്സ് അടങ്ങുന്ന, ആരോഗ്യവകുപ്പ് അടങ്ങുന്ന എല്ലാ വകുപ്പുകളും ഇതിനോടകം തന്നെ സജ്ജമായിട്ടുണ്ട്. 200-ലധികം CCTV ക്ഷേത്ര പരിസരത്ത് മാത്രം വെച്ച് വേണ്ട ക്രമീകരണങ്ങളും സർവൈലൻസും നിരീക്ഷണവും ഒക്കെ തന്നെ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. ഏതെങ്കിലും തരക്കാരും ഇത്രയും അധികം ആളുകൾ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ അത്രയും അധികം നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട്. 4000-ലധികം പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇവിടെ സുരക്ഷയുടെ ഭാഗമായി അണിനിരന്നിരിക്കുന്നത്. അതിൽ തന്നെ 1000-ലധികം പോലീസ് ഉദ്യോഗസ്ഥ സ്ത്രീകളാണ്. ഇനി ഫയർഫോഴ്സിന്റെ സജ്ജീകരണം നോക്കുകയാണെങ്കിൽ നാളെ ഈ തീയൊക്കെ എല്ലാ അടുപ്പുകളിലും തീ പകരുമ്പോൾ വലിയ രീതിയിലുള്ള ചൂടും ഒക്കെ തന്നെയും അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തീപിടുത്തത്തിനുള്ള സാധ്യതയൊക്കെ തന്നെയും ഉണ്ട്. അതൊക്കെ കണക്കിലെടുത്ത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെയും സജ്ജമാക്കിയിട്ടുണ്ട്. ഇത്തവണ ചരിത്രത്തിൽ ആദ്യമായി സ്ത്രീ ഉദ്യോഗസ്ഥർ കൂടി ഫയർഫോഴ്സിലേക്ക് വന്ന ശേഷമുള്ള പൊങ്കാലയാണ്. അപ്പോൾ അവരും ഈ ഒരു പൊങ്കാലയുടെ ഭാഗമാകുന്നുണ്ട് എന്നുള്ളതും ഈ പൊങ്കാലയുടെ ഒരു പ്രത്യേകത തന്നെയാണ്. അതുപോലെ തന്നെ ഗതാഗത വകുപ്പ് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. KSRTC 700-ലധികം സർവീസുകളാണ് ഈ പൊങ്കാലയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അപ്പോഴും ഭക്തജനത്തിരക്ക് ഇങ്ങനെ വലിയ പ്രവാഹമായി ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നാളെ ഈ ഒരു പൊങ്കാല കഴിയുന്നത് വരെ, നിവേദ്യം കഴിയുന്നത് വരെയും ഈ തിരക്ക് ഇതുപോലെ തന്നെ തലസ്ഥാനത്തും പരിസരത്തുമൊക്കെ തുടരും. അപ്പോൾ നാളത്തെ പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് തലസ്ഥാനമുള്ളത്. അതിനു വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ഇതിനോടകം തന്നെ സജ്ജമായിട്ടുമുണ്ട്. ക്യാമറ പേഴ്സൺ പാലാഴിക്കൊപ്പം സാന്ത്വന സാജു, മീഡിയ 1, തിരുവനന്തപുരം.